നിങ്ങളീ കാണുന്നത് ഇതൊരു വാട്ടർ സ്പ്രിംഗ് ആണ്. വാട്ടർ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്രഷ് വാട്ടർ, അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടർ പ്രഷർ ഡിഫറൻസ് കാരണം അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കാശ്മീരിലുള്ള ലാസ്റ്റ് ദിവസമാണ്, 7ാമത്തെ ദിവസമാണ്. ഇന്ന് വൈകുന്നേരമാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കുറച്ച് ലോക്കൽ സൈറ്റ്സിങ് കാണാനാണ് പോകുന്നത്. ഒരു ഫോർട്ടും പിന്നെ കുറച്ച് ഗാർഡനും ഇവിടെ കാണാൻ പോകുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഇത്ര ദിവസം കവർ ചെയ്ത് കഴിഞ്ഞു. വൈകുന്നേരമാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ശരി, ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ട്രിപ്പിൻ്റെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ അന്ന് ശ്രീനഗറിലെ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാൽ ലേക്കിൻ്റെ സൈഡിലൂടെയുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഷിക്കാര റൈഡൊക്കെ ദാൽ ലേക്കിലുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നേരത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് പോകുന്നത് പരി മഹലിലേക്കാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ്. നല്ല ഭംഗിയുണ്ടല്ലേ, മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. നമ്മളിവിടെ പെരിമഹലിൽ പോകുന്ന സ്ഥലത്ത് ഗവർണറുടെ ഹൗസ് ഉള്ളതുകൊണ്ട് അവിടെ ചെക്ക് പോസ്റ്റാണ് നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറക്കും. എന്നിട്ട് അവിടുന്ന് ചെക്കിങ് കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തുനിന്ന് വേണം നമ്മൾ വണ്ടിയിലോട്ട് കയറാനായിട്ട്. നമ്മൾ അവിടുന്ന് ചെക്ക് പോസ്റ്റ് വഴി നടന്നു വരികയാണ്. നമുക്ക് വണ്ടിയിൽ കയറാം. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഓൺ വോയിസൊക്കെ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പരിമഹലിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു ഗാർഡൻ കാണുന്നുണ്ട്. അത് നമ്മൾ പരിമഹൽ കണ്ടിറങ്ങിയിട്ട് താഴെ വരുമ്പം ഈ ഗാർഡനിൽ കയറാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ മേലേക്ക് എത്തുന്നതോറും നല്ല ഇടുങ്ങിയൊരു വഴിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചുരം കയറി പോണ പോലത്തെ രീതിയിലാണ് കേട്ടോ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ പരിമഹലിലെത്തി. ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 20 രൂപയെങ്ങാണ്ടായിരുന്നു ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച ശേഷം നമ്മൾ മേലേക്ക് കയറാണ് കേട്ടോ. പരിമഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 തട്ടുകളാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗാർഡനാണ്. പരിമഹൽ അഥവാ മാലാഖമാരുടെ കൊട്ടാരം എന്നൊക്കെയാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഗാർഡനാണിത്. ഇതിലെ 3ാമത്തെ തട്ടിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. 17ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരാ ഷിക്കോയാണ് ഇത് നിർമ്മിച്ചത്. ഈ ഗാർഡനിൽ വരുമ്പോഴും നമുക്ക് കാശ്മീരി ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനുള്ള കച്ചവടക്കാരവിടെ നിൽപ്പുണ്ട്. ഈ ചെറുക്കനെ കൂടെ തോറ്റു. ഇവിടുത്തെ എല്ലാ ഗാർഡനിലും ഈ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഗാർഡനിൽ വെച്ചിട്ട് അങ്ങനത്തെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പിന്നെ ഇവിടെ പിന്നെ അതൊന്നും മൈൻഡാക്കുന്നില്ല. അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേയൊക്കെ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നിപ്പോണ്ട്. ഇവിടുത്തെ ഗാർഡൻ ഏതായാലും നല്ല മനോഹരമായിട്ട് തന്നെ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി പൂക്കളൊന്നും ഉണ്ടാകുന്ന ഒരു സീസൺ അല്ല തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നും ചെടിയിൽ പൂക്കളുണ്ടായിരുന്നില്ല. സബർവാൻ മലനിരകളിൽ 7 തട്ടുകളിലായിട്ടാണ് ഈ ഉദ്യാനം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമ്മുടെ ദാൽ ലേക്കും ശ്രീനഗറിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിപ്പുറത്തേക്ക് കുറേ മലനിരകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൂ കണ്ടപ്പോൾ ചെറിയൊരു പോസൊക്കെ എടുത്ത് ചെറിയ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു തരം പൂ കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലൊരു അട്രാക്റ്റ് ചെയ്യുന്ന കളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
പരിമഹലിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ പിന്നെ അടുത്തതായിട്ട് പോകുന്നത് താഴെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഗാർഡനിലേക്കാണ് കേട്ടോ. ചഷ്മ ഷാഹി മുഗൾ ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ അവിടെ ചെന്ന് ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 40 രൂപയായിരുന്നൊരു ടിക്കറ്റ്. അങ്ങനെ നമ്മൾ ഗാർഡനിലേക്ക് കയറുകയാണ്. നമ്മൾ ചഷ്മ ഷാഹി മുഗൾ ഗാർഡനിലെത്തി. പെരിമഹലിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് കയറുന്നത്. ഇവിടെ നമുക്ക് കാശ്മീരി ഡ്രസ്സ് ട്രൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് എല്ലാ ഗാർഡനിലും അങ്ങനെ സംഭവമുണ്ട്. കാശ്മീരി ഡ്രസ്സ് ഇട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ഇവിടുന്ന്. നല്ല ഭംഗിയുള്ള ധാരാളം പൂക്കളാണ് കേട്ടോ. എല്ലാ ഭാഗത്തും പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പൂക്കളൊന്നും പറിക്കരുത് എന്നുള്ളത്. നല്ല ഭംഗിയായിട്ട് വെറൈറ്റി ഐറ്റംസ് പൂക്കളാണ് ഇവിടെ വന്നേ പിന്നെ കണ്ടിട്ടുള്ളത് എല്ലാം തന്നെ. നമ്മൾ ഈ ഗാർഡന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഏറ്റവും മേലെ ഇങ്ങനെ ഒരു സിസ്റ്റം കാണാൻ കഴിയും. അതിന്റെ സിസ്റ്റം എന്താ, നല്ല തണുപ്പാണ് ഇവിടെ. നല്ല തണുത്ത വെള്ളമെന്ന് പറയുന്നത്. നിങ്ങളീ കാണുന്നത് ഇതൊരു വാട്ടർ സ്പ്രിംഗ് ആണ്. വാട്ടർ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്രഷ് വാട്ടർ, അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടർ പ്രഷർ ഡിഫറൻസ് കാരണം അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നു. ആ സംഭവം അതാണ് ഇവിടെ കാണുന്നത്. ഇത് ബിൽഡ് ചെയ്ത് മുഗൾ എംപയറിൻ്റെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ ഷാജഹാൻ്റെ ഗവർണറാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് കണ്ടുപിടിച്ചത് റൂപ ഭവാനിയാണ്. അത് അവരാണ് ഇത് കണ്ടെത്തിയത്. മീൻസ് ആ പ്രഷർ ഡിഫറൻസ് വെച്ച് ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ള ആ ഒരു എൻ്റെ ഒരു ഇത് അത് കട്ട് ചെയ്ത് കിട്ടാൻ കണ്ടെത്തിയത്. അദ്ദേഹം അപ്പോൾ ഇറാനിയൻ സ്റ്റൈലിലാണ് ഇതിൻ്റെ ആർക്കിടെക്ചറെല്ലാം വന്നത്. അതെല്ലാം വിക്കിപീഡിയയിൽ നിന്നാണ് ഞാൻ പഠിച്ചത് കേട്ടോ. വരുന്നതിന് മുമ്പ് നമ്മളിവിടെ റിസർച്ച് ചെയ്തിരുന്നു ഒന്ന്. അതായത് ഇതൊരു സംഭവം തന്നെയാണത്. അതായത് ആ കറക്റ്റ് പ്ലേസിൽ കണ്ടെത്തി അവിടെ ഒരു ഇതൊക്കെ ബിൽഡ് ചെയ്ത് അതിന് വേണ്ടി ഒരു ഗാർഡൻ വരെ അവർ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. അത് അതേപോലെ നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. നമുക്കത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി രസമുണ്ട്. ഒന്ന് കൊള്ളാം, എല്ലാവരും വന്നൊന്ന് കാണുക. ഈ വാട്ടർ സ്പ്രിങ് കാണാം. എല്ലാവരും അവിടെ നിന്ന് വെള്ളം കളക്ട് ചെയ്തതുണ്ടോ, കുടിക്കുന്നുണ്ടോ. നല്ല ഫ്രഷ് വാട്ടറാണ്. കാണത്തില്ല ചേട്ടാ. ഗാർഡനിൽ പിന്നെ ചുമ്മാ ഒരു ട്രെൻഡിങ് റീൽസൊക്കെ എടുക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് വന്നതിന് ശേഷം നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ശ്രീനഗർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ വഴിയിൽ ഇവിടെ CRPFന്റെ ചെക്കിങ് ഉണ്ട്. ലഗേജും കാര്യങ്ങളും നമ്മളിവിടെ ഇറങ്ങി ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ കൂടുതൽ സെക്യൂരിറ്റി ഉള്ളതായിരിക്കും ഇങ്ങനെയൊക്കെ. നമ്മളങ്ങനെ 3:30 ആയപ്പോഴേക്കും ശ്രീനഗർ എയർപോർട്ടിലെത്തി. വൈകുന്നേരം 6:15 നമുക്ക്
ഫ്ലൈറ്റ് ഇവിടെ ഹൈദരാബാദ് ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെന്നൈയിലേക്കാണ്. നമ്മളെവിടെയും കാണാത്ത കുറെ കാര്യങ്ങളൊക്കെ ശ്രീനഗർ നമ്മൾ എയർപോർട്ടിൽ കാണാം. അതായത് സെക്യൂരിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ട് എത്തുന്നതിന് മുന്നേ തന്നെ CRPF അവിടെ എത്തുമ്പോൾ ബാഗ് എന്താ പറയുക ഫുൾ ചെക്കിങ് കഴിഞ്ഞു. അവിടുന്ന് പിന്നെ ടാക്സിയിൽ പിന്നെയും കയറി അവിടുന്ന് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ പിന്നെ സാധാരണ അല്ലാത്ത പോലെ പിന്നെയും ചെക്കിങ്. പിന്നെ നമ്മൾ ബാഗിലൊക്കെ ടാഗ് തന്നിട്ടുണ്ട്, അതിൽ സീൽ ചെയ്യിപ്പിച്ചു. അതിനുശേഷം പിന്നെ എന്താ നമ്മൾ ഗേറ്റിലേക്ക് പോകുന്നു. ഭക്ഷണം കഴിക്കണോ വിശക്കണോ? വിശപ്പൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും. അന്ന് വന്നിറങ്ങിയപ്പോ നല്ല വെയിലായിരുന്നു, വന്നിറങ്ങിയപ്പോ നല്ല മഴയായിരുന്നു. ഇപ്പൊ നല്ല വെയിലാണ്. ഒരു എയർപോർട്ട് ശരിക്കും ഇന്നാണ് കണ്ടത്. എന്നാലും ഫുള്ള് പട്ടാളക്കാരുടെ ചുറ്റുകൂടെ നടക്കുന്ന ഒരു സംഭവം. ശ്രദ്ധിച്ചോട്ടോ, വളരെ ചെറിയ തിരക്കേ ഉള്ളൂ. ശരിക്കും റെയിൽവേ സ്റ്റേഷൻ. താഴെ ഇരിക്കുന്ന ആളിലെ മേലെ ആൾക്കാരിയ്ക്കുന്നു, താഴെയൊക്കെ ആൾക്കാരോട് ഇരിപ്പുണ്ട്. നമുക്ക് കാണിച്ചു തരാം. ഇവിടെയൊക്കെ താഴെ ആൾക്കാർ ഇരിപ്പുണ്ടാവും. അതുകൊണ്ടാ അവിടെ അങ്ങ് അറ്റ കാണുന്നതെല്ലാം താഴെ ഇരിക്കുന്നവരാണ്. ഫ്ലൈറ്റിൽ കയറുമ്പോൾ വിൻഡോ സീറ്റിൽ ഈ ഒരു കാഴ്ച വീഡിയോ എടുക്കണം എന്നുള്ളത് ഭയങ്കര രാത്രി ഒരു 9:30 ആയപ്പോഴേക്കും നമ്മളങ്ങനെ ഹൈദരാബാദ് എയർപോർട്ടിലെത്തി. പിന്നെ അവിടുന്ന് ഒത്തിരി സമയം തന്നെ, അതിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ചെന്നൈയിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ചെന്നൈയിലെത്തി. അങ്ങനെ 7 ദിവസത്തെ കാശ്മീർ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നൈ എയർപോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് ഒരു 1 hour ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളായിട്ട് പിന്നീട് കാണാം. ബൈ.